ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ചപ്പാത്തി കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചപ്പാത്തി രാവിലെയൊക്കെ ഉണ്ടാക്കിയ രാത്രിയിലേക്ക് ബാക്കിയൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ കറിയൊന്നും കാണില്ല. അപ്പോൾ ഇങ്ങനെ ചപ്പാത്തി വെച്ചിട്ട് ചെയ്താൽ നമുക്ക് യാതൊരു കറിയുടെയും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ കറിയൊന്നും ബാക്കി വന്നില്ല. അപ്പോൾ ഇനി ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മക്കളൊക്കെ കഴിച്ചോളുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ചപ്പാത്തി ഉണ്ടല്ലോ, ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 4 കൂടിയിട്ട് ഒരുമിച്ചാണ് മുറിച്ചു കൊടുക്കുന്നത്. കത്രിക വളരെ വിഷമായിരുന്നു. ഇതിപ്പോൾ 1-2 എണ്ണം എടുത്തിട്ട് ഇങ്ങനെ മുറിച്ചു കൊടുത്താലും മതി. ഞാൻ എളുപ്പത്തിൽ മുറിച്ച് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത പണിയാണ്. അപ്പോൾ ഇതൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ കറിക്ക് വേറൊരു പാത്രത്തിൽ കറിയൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഇത് മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഇതാ ചപ്പാത്തിയൊക്കെ ഞാനിതാ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയും ചെറുതാക്കി മുറിക്കുന്നോ അത്രയും നല്ലത്, എന്നാലും അതിന് മസാലയൊക്കെ അങ്ങോട്ട് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് ഞാനിവിടെ ചോപ്പറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് അരിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചോപ്പറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാമല്ലോ. അപ്പോൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ചോപ്പറിലിട്ടിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ. എനിക്ക് പൊതുവേ ഈ കഷ്ണം നുറുക്കണ പരിപാടി അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചോപ്പറാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലോട്ട് 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ബട്ടർ ഇല്ലാത്തവരാണെങ്കിൽ വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ബട്ടർ ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് ഒക്കെ കുറച്ചൊന്ന് കുഴഞ്ഞ പരുവാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അതാ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോഴേക്കും ഞാൻ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. വല്ലാതെ അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകുമൊന്നും വേണ്ട, ഒന്ന് അടി വന്നാൽ മതിയാവും. അപ്പോൾ ക്യാരറ്റും സവാളയൊക്കെ ഒന്ന് വാടി വരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴാണ് പച്ചക്കറിയിൽ ഒക്കെ നമുക്ക് ഉപ്പ് നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ. നമ്മുടെ ക്യാരറ്റും സവാളയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് വകഞ്ഞ് മാറ്റി കൊടുത്തതിന് ശേഷം നടുവിലായിട്ട് ഞാൻ ഒരു 1.5 സ്പൂണോളം ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് മുട്ട എടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു 4 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. 3 മുട്ട ആ ബട്ടറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മുട്ട നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ 3 മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് അങ്ങനെ ഇളക്കാതെ വെക്കണം. നമുക്ക് ഒരു 5 മിനിറ്റ് നേരം ഇളക്കാതെ വെക്കുമ്പോഴേക്കും ആ മുട്ട ഒന്ന് വെന്ത് കിട്ടും. എന്നിട്ട് നമുക്കിങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ മുട്ട ഇതുപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പച്ചക്കറിയും ക്യാരറ്റും സവാളയും ഒക്കെ കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. മുട്ടയും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പം നമ്മളിതാ മുട്ടയും പച്ചക്കറികളും ഒക്കെ കൂടിയിട്ട് ഞാനിത് അവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട്. വേറെ ഒരു പൊടികളും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ.
ഈ പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ച മണം മാറുന്നത് വരെ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതാ പൊടികളുടെയൊക്കെ പച്ചമണം മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ഈ മസാലയിലിട്ട് നന്നായിട്ട് പിടിക്കാനായിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് മസാല ചപ്പാത്തിയിൽ കുറവാണെന്ന് തോന്നി. അപ്പോൾ അതാ ഞാൻ 1 സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പച്ചക്കറിയിൽ ഉപ്പിട്ട് കൊടുത്തിരുന്നു. ഈ സമയത്ത് നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ചപ്പാത്തി മസാലപ്പൊടികളും ഒക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 മുട്ട നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ, 4 മുട്ട വേണം എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ 3 മുട്ടയെ നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ആ ബാക്കി ഉള്ള 1 മുട്ട നമുക്ക് ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ചപ്പാത്തിയിലെ മുട്ടയുടെ ടേസ്റ്റും ഒക്കെ പിടിച്ചിട്ട് ഇനി ഈ മുട്ട നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ തീ കുറച്ച് വെക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ലാസ്റ്റിലത്തെ മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമ്മൾ സ്റ്റവ് ലോ സിമ്മിൽ ഇട്ടിട്ട് വേണം ആ മുട്ട നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് വഴറ്റി കൊടുത്ത് ഇങ്ങനെ തന്നെ 5 മിനിറ്റ് നേരം വഴറ്റി കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ചപ്പാത്തിയിലൊക്കെ പിടിച്ച് റെഡിയായി വരും. അപ്പോൾ ഇത് അവസാനമായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്നുണ്ടാക്കിയാൽ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഇത് മാത്രം മതിയാവും. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും വളരെ എളുപ്പത്തിലും ഏറ്റവും വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്